മറ്റുള്ളവരെ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, നന്മ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അവരും നമ്മളോട് അതുപോലെ പെരുമാറുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ അതുപോലെ കാണുമെന്നോ ഉള്ള പ്രതീക്ഷ നമുക്കുണ്ടാകും. അതെ, അങ്ങനെ സംഭവിക്കാതെ വരുമ്പോൾ നിരാശയും ദേഷ്യവും വരും. അതെ, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും നിങ്ങൾ എന്ത് ചെയ്തുവെന്ന് മറ്റൊരാൾ ചോദിക്കുമ്പോൾ അപ്പോൾ കുറ്റബോധവും ദേഷ്യവും ഉണ്ടാകും. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം? കാരണം നിങ്ങളും അവർക്കായി ഒരു തരത്തിലുള്ള നന്മയും ചെയ്തിട്ടില്ലല്ലോ. ഒരാൾ ആരോടാണോ നന്മ ചെയ്യുന്നത്, അവർ തനിക്കു വേണ്ടി എന്തെങ്കിലും തിരിച്ച് നന്മ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുകയില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തു കാരണത്തിനാണ് ദേഷ്യം വരുന്നത്, കോപിതനാവുന്നത്? സത്യത്തില് നിങ്ങളും അവരോട് നന്മ ചെയ്യുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, അവരും തിരിച്ച് നിങ്ങളോട് നന്മ ചെയ്തില്ല. ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയും ഞാൻ ഇവരോട് നന്മ ചെയ്യുന്നു എന്നൊരു ധാരണ ഉള്ളിൽ വച്ചു പുലർത്തുകയും ചെയ്യുക. പകരം അവർ എന്നോടും നന്മ ചെയ്യും എന്നുള്ള ധാരണയും ഉള്ളിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവരോട് നന്മ ചെയ്തിട്ടില്ല. ശരിക്കും നിങ്ങൾ അവരോട് ചില തിന്മയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അവരോട് തിന്മ ചെയ്തപ്പോൾ തിരിച്ച് അവരും നിങ്ങളോട് ചില തിന്മ ചെയ്തു. അപ്പോൾ കണക്ക് തുല്യമായി. ഇനി അതിൽ ഇങ്ങനെ ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? ശരി, ഒരാൾ യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ശരിയായ ലക്ഷണം എന്ന് പറയുന്നത് അതിൽ തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഇത്തരം പ്രവർത്തനത്തിനെയാണ് ഗീതയിൽ നിഷ്കാമത എന്ന് വിളിക്കുന്നത്. എനിക്ക് നിങ്ങളിൽ നിന്നൊന്നും തിരിച്ചു വേണ്ട. അതായത് നമ്മൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നന്മ ചെയ്തു എന്ന് ഞാൻ ഓർക്കുന്നേയില്ല. ഞാൻ നന്മ മാത്രമേ ചെയ്യുന്ന ഒരാളായി മാറി. സത്യം ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ നന്മ ചെയ്യുന്നില്ല. ഞാൻ ആരുടെ കൂടെ ഉണ്ടായാലും അവർക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. കാരണം എന്റെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്താലും അത് നന്മയായി മാറും. ഞാൻ ആഗ്രഹിച്ചിട്ടല്ല നന്മ ചെയ്യുന്നത്. ഞാൻ നടക്കുകയാണെങ്കിൽ പോലും അതിൽ നന്മയുണ്ടാകും. എന്റെ നിലനിൽപ്പ് തന്നെ ഈ ലോകത്തിന് വേണ്ടിയുള്ള ഒരു നല്ല കാര്യമാണ്. അങ്ങനെയായി തീരുക. അപ്പോൾ നിങ്ങൾ ഇതൊന്നും പറയില്ല. ഞാനൊരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി നന്മ ചെയ്യുന്നുവെന്ന്, ഞാനൊരു പ്രത്യേക വ്യക്തിയിൽ നിന്ന് പ്രത്യേക പ്രതീക്ഷ വയ്ക്കുന്നുവെന്നു. ഈ കളികളെല്ലാം നടക്കുന്നിടത്ത് നന്മയല്ല സംഭവിക്കുന്നത്. അവിടെ കച്ചവടമാണ് നടക്കുന്നത്. കച്ചവടത്തിൽ രണ്ട് കക്ഷികളും പരസ്പരം കൂടുതൽ നേടാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതല്ലേ വ്യാപാരത്തിന്റെ അർത്ഥം? ഞാൻ നിങ്ങളിൽ നിന്ന് പാതിയിൽ കൂടുതൽ എടുക്കുക, നിങ്ങൾ എന്നിൽ നിന്ന് പാതിയിൽ കൂടുതൽ എടുക്കുക. ഇതൊരു കരാറാണ്. അതിനെ സ്നേഹമെന്ന് വിളിക്കുന്നില്ല.